വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 90% പേർക്കും അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പം അതിന് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കുറക്കും കൂട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കാനും ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഇതേപോലെ നമ്മൾ അടിച്ചെടുത്ത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പഞ്ചസാരയെല്ലാം പൊടിഞ്ഞിട്ടുണ്ടാവും, ഏലക്കായി എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിതാ ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു പൗഡർ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാൻ പറ്റും. ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും ദൂരയാത്രയെല്ലാം പോകുന്ന സമയത്തെല്ലാം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് ഏകദേശം 1 സ്പൂൺ തന്നെ മതിയാവും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചായ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണിന് പകരം 3 സ്പൂൺ ചായപ്പൊടി എടുക്കാം. പിന്നെ ഷുഗർ വേണ്ടാത്തവരാണെങ്കിൽ ഷുഗർ ഇല്ലാണ്ടും ചെയ്യാം. അപ്പോൾ ചായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ദൂരത്തേക്കുള്ള യാത്ര പോകുന്നുണ്ടെങ്കിൽ ഫ്ലാസ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഈ ഒരു പൗഡറും എടുത്താൽ തന്നെ സംഭവം സെറ്റാവും. നമുക്ക് പുറത്തുനിന്നൊന്നും ചായ കുടിക്കേണ്ടി വരില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളിലെല്ലാം ഉള്ളി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ചിലപ്പോൾ മടിയായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പ്രശ്നമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വലിയ പീസാക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ നമുക്കിതുപോലെ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്ത പോലെ കിട്ടും. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ ചോപ്പറിൽ എങ്ങനെയാണോ ചോപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഉള്ളി കിട്ടും. ഉള്ളി നമ്മൾ ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മസാല വാട്ടുന്ന സമയത്ത് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. അത് മാത്രമല്ല കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പ്രശ്നവുമില്ല, പിന്നെ പെട്ടെന്ന് പണിയും കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റെല്ലാം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഗ്രേറ്ററിലായാലും കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴും കുറേ സമയം എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇതേപോലെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടും. നമ്മൾ ചോപ്പറിൽ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ കിട്ടും. തോരൻ വെക്കാനെല്ലാം നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും മെയിൻ പ്രശ്നമാണ് ഈ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുന്നത്. നമ്മുടെ വീട്ടിലും ഭയങ്കര ശല്യമാണ് ഉറുമ്പിനെ കൊണ്ട്. ഇതുപോലെ നിറച്ച് ഉറുമ്പ് കയറലുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പാത്രത്തിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ 2-3 ഗ്രാമ്പോ ഇട്ട് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതും നോക്കാം. അടുത്തതും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നമ്മൾ തേങ്ങയെല്ലാം പകുതി എടുത്തിട്ട് ബാക്കി പകുതി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് 1-2 ദിവസം കൊണ്ട് തന്നെ തേങ്ങ മുറിൻ്റെ കളറും ചേഞ്ച് ആവും, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും എല്ലാം മാറും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് തേങ്ങ മുറിയിലേക്ക് ഇതുപോലെ കുറച്ച് വിനാഗിരി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ വിനാഗിരി തേച്ച് വെച്ചാൽ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മൾ തേങ്ങൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം.
എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഒന്നുകിൽ വിനാഗിരി ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയുപ്പ് കുറച്ച് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 3-4 ദിവസത്തേക്ക് നമുക്ക് തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് നമ്മൾ ഇതേപോലെ കടലയോ ചെറുപയറോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് ബാക്കി വരും. അപ്പോൾ ആ ബാക്കിയുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് കാണിക്കുന്നത്. അതിന് നമുക്ക് ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൂടിയുള്ള ഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ കവർ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. ചുരുട്ടിയതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കവർ നമുക്ക് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പ്രാണികളോ ഉറുമ്പോ അങ്ങനത്തെ ഒന്നും കയറുകയും ചെയ്യില്ല. കാണാനും നല്ല രസമുണ്ടാവും. ഇതുപോലെ 2-3 പാക്കറ്റെല്ലാം ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് ഇത്. ഇതുപോലെ നമ്മളൊരു 3-4 കുപ്പി കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് തക്കാളിയോ പച്ചമുളകോ മുട്ടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിങ്ങനെ അടുപ്പിച്ചിട്ട് ഒരു 3-4 കുപ്പി ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ കാണാനും രസമുണ്ടാവും. നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്സ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.